സുനിൽ, ഡീൽ വിവാദം കത്തുകയാണ്. അത് പ്രതിപക്ഷ നേതാവ് തുടക്കമിട്ടു, ബാക്കി കോൺഗ്രസ് നേതാക്കൾ അത് ഏറ്റെടുക്കുന്നു. അത് കേരളമാകെ 10 മണ്ഡലങ്ങളിലുണ്ട് എന്ന് ഇന്ന് വി ഡി സതീശൻ പറയുക കൂടി ചെയ്യുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നറേറ്റീവ് ഫിക്സ് ചെയ്യാണ്. ഈ അടുത്ത 16 ദിവസത്തേക്കുള്ള പ്രധാനപ്പെട്ട വിഷയം ഇനി ഈ BJP CPM ഡീൽ എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിലെ മൈനോറിറ്റി വോട്ടിൻ്റെ കൺസോളിഡേഷനു വേണ്ടി കോൺഗ്രസ് ഒരുക്കുന്ന ഒരു കെണിയാണോ എന്നുള്ളതാണ് ആദ്യത്തെ എൻ്റെ സംശയം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ബി ഗോപാലകൃഷ്ണൻ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇതുവരെ ഒരു മണ്ഡലത്തിൽ നമ്മൾ കേട്ടിട്ടില്ലെങ്കിലും വൈകി ആ സ്ഥാനാർത്ഥി കൊടുങ്ങല്ലൂരിൽ സ്ഥാനാർത്ഥിയാവുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ അവിടെ കിട്ടിയില്ല. ഗുരുവായൂർ അവസാനം സ്ഥാനാർത്ഥിയായി. വൈകി എത്തിയ സ്ഥാനാർത്ഥിത്വത്തിന് ഒരു വിവാദത്തിലൂടെ സാന്നിധ്യം കുറിക്കുകയാണ് ബി ഗോപാലകൃഷ്ണൻ. ഇന്നിപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ വിവാദങ്ങളിലൂടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട നിശ്ചയിക്കാനാണ് ഒരു ഭാഗത്ത് കോൺഗ്രസിൻ്റെയും മറുഭാഗത്ത് BJPയുടെയും ശ്രമം? ഉറപ്പായും ഇത് ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണെന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താൻ പറ്റും. ഉത്തരേന്ത്യൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ കഴിഞ്ഞ 10-12 വർഷമായി നമ്മൾ കേൾക്കുന്നതിന് സമാനമായ രീതിയിലുള്ള വിവാദ പരാമർശങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു കേൾക്കുന്നത്. വിദ്വേഷ പരാമർശങ്ങൾ, വിവാദ പരാമർശങ്ങളല്ല, വിദ്വേഷ പരാമർശങ്ങളാണ്. ഇപ്പോൾ 2017 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ പ്രസംഗിച്ചത് എന്താണ്? ഖബറിസ്ഥാനുകൾക്ക് ഭൂമി വിട്ടുകൊടുക്കുന്നു, വൈദ്യുതി കൊടുക്കുന്നു, അതേസമയം പൊതു ശ്മശാനങ്ങൾക്ക് അത് നൽകുന്നില്ല. അതുപോലെ തന്നെ എത്രയെത്ര വിവാദ പരാമർശങ്ങൾ എണ്ണി പറഞ്ഞാൽ നമുക്കൊരു 100 150 നമുക്കിങ്ങനെ പറയാൻ പറ്റും. പ്രധാനപ്പെട്ട BJP നേതാക്കൾ എണ്ണി പറഞ്ഞത് പ്രതിഷേധക്കാരെ അവരുടെ വസ്ത്രം നോക്കി നമുക്ക് തിരിച്ചറിയാൻ കഴിയും എന്ന് പറഞ്ഞ BJP നേതാക്കളുണ്ട്. മംഗല്യസൂത്രം എന്ന് പറഞ്ഞ BJP നേതാക്കളുണ്ട്. അനുരാഗ് താക്കൂർ എന്ന് പറയുന്ന അന്നത്തെ കേന്ദ്രമന്ത്രി, ഇന്നത്തെ BJPയുടെ പ്രധാനപ്പെട്ട നേതാവ്, പാർലമെൻറ്റ് അംഗം പറഞ്ഞ എന്താണ്? ഗോലി മാരോ സാലോക്കാണ് അന്ന് എന്നാണ് പറഞ്ഞത്. അതായത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഡൽഹിയിൽ സമരം നടത്തിയ ഷഹീൻ ബാഗിലെ അമ്മമാരെ നോക്കിയാണ് പറഞ്ഞത്, നിങ്ങൾ അവർക്ക് നേരെ വെടിയുതിർക്കുമെന്ന് പറഞ്ഞ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ. മുസ്ലിങ്ങളാണെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകൂ എന്ന് പറയുന്ന ഗിരിരാജ് സിംഗിനെ പോലുള്ള BJP നേതാക്കൾ. ഇങ്ങനെയുള്ള അതെ. അപ്പോൾ ഇങ്ങനെയുള്ള പരാമർശങ്ങൾക്ക് സമാനമായ ഒരു പരാമർശമാണ് ഇന്ന് ബി ഗോപാലകൃഷ്ണൻ ഇവിടെ ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥി പറയുന്നത്. എന്തൊരു ദുരന്തമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. എന്തൊരു ദുര്യോഗമാണ് നമ്മുടെ കേരളം നേരിടുന്നത്. കേരളം എപ്പോഴും നമ്മൾ പറയും ഏറ്റവും സെക്യുലറായ ഒരു സ്റ്റേറ്റാണ്, ഏറ്റവും പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം, ലോകത്തിന് തന്നെ മാതൃകയാണ് കേരളം എന്നൊക്കെ നമ്മൾ അഹങ്കാരത്തോടെ പറയുന്ന ഒരു സംസ്ഥാനത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് വിദ്വേഷം എന്ന് പറയുന്നത്. വിദ്വേഷം എന്ന് പറയുന്നത് ചർച്ച ചെയ്യപ്പെടാൻ ഇവിടെ BJP ആഗ്രഹിക്കുന്നു. അത് വളരെ ശക്തമായി ഉന്നയിക്കുകയാണ്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്ത് എന്ത് നടപടിയൊക്കെ ഉണ്ടാവുന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് അത് ചർച്ചയാക്കാൻ BJPയെ സംബന്ധിച്ച് സാധിച്ചു. ഇത് വളരെ കരുതലോടെ ആസൂത്രിതമായി BJP മുന്നോട്ട് വയ്ക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ഉത്തരേന്ത്യയിൽ നിന്ന് പതുക്കെ ഇതാ കേരളത്തിലേക്ക് വളരെ സജീവമായി എത്തുകയാണ്. രണ്ടാമത്തെ വിഷയമാണ് കോൺഗ്രസ് ഉയർത്തിയ ഡീൽ വിവാദം എന്ന് പറയുന്നത്. പാലക്കാട്ടെ CPIMൻ്റെ ഇടതുപക്ഷത്തിൻ്റെ LDFൻ്റെ സ്ഥാനാർത്ഥിയായ റസാക്കിനെ ചൂണ്ടിക്കാണിച്ചാണ് ഇതൊരു ഡീലാണ് എന്നുള്ളൊരു ആരോപണം കോൺഗ്രസ് ഉയർത്തുന്നത്. നോക്കൂ, നമ്മൾ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ ഹരിയാനയിലെയും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെയും തെരഞ്ഞെടുപ്പ് സാഹചര്യം നോക്കിയാൽ അമിത ആത്മവിശ്വാസമായിരുന്നു കോൺഗ്രസിന് ആ 2 സംസ്ഥാനത്തും ഉണ്ടായിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. അവിടെ വിജയിക്കാൻ പോകുന്നു എന്ന ആത്മവിശ്വാസത്തിൽ ആ തെരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഗ്രൗണ്ട് എന്താണെന്ന് കോൺഗ്രസിന് മനസ്സിലായില്ല. അട്ടപടലം കോൺഗ്രസ് അവിടെ പരാജയപ്പെട്ടു. അതേപോലെയാണ് മഹാരാഷ്ട്രയിലും കോൺഗ്രസ് വലിയ ആത്മവിശ്വാസത്തിൽ പോയി. മഹാരാഷ്ട്രയിലും വലിയ തിരിച്ചടിയാണ് കോൺഗ്രസ് ഉൾപ്പെട്ട കോൺഗ്രസ് സഖ്യത്തിന് മഹാരാഷ്ട്രയിൽ നേരിടേണ്ടി വന്നത്. അതിന് സമാനമായ സാഹചര്യമാണ് കേരളത്തിലും ഉണ്ടാകാൻ പോകുന്നത് എന്ന് വിലയിരുത്തിയാൽ നമുക്കത് തള്ളിക്കളയാൻ കഴിയില്ല. നോക്കൂ, കേരളത്തിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ട് ചർച്ച നടത്തുന്നത്. അപ്പോഴാണ് ഒരു ഡീൽ വിഷയം, അതായത് ഈ ഡീൽ വിഷയം എന്തിനാണ് കോൺഗ്രസ് ശക്തമാക്കുന്നത്? ഡീൽ വിഷയം കോൺഗ്രസ് ശക്തമാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഭയപ്പെടുത്തുക എന്നതാണ്. CPMഉം BJPയും തമ്മിൽ ഒരു ധാരണയുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ധാരണയുണ്ട്, BJPയെ വിജയിപ്പിക്കാൻ ധാരണയുണ്ട് ചില മണ്ഡലങ്ങളിൽ എന്ന് വരുത്തിയൊരു ഡീൽ വിവാദം ഈ തെരഞ്ഞെടുപ്പിൽ കത്തിക്കുന്നതിലൂടെ ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നായി UDFിലേക്ക് എത്തിക്കുക. അങ്ങനെ എത്തിച്ചാൽ മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയൂ എന്നതാണ് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും കോൺഗ്രസും UDFും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ എത്തിയില്ല എങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എളുപ്പമല്ല എന്ന് UDFിനും കോൺഗ്രസിനും വളരെ വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു ഡീൽ വിഷയം ഉന്നയിക്കുന്നത്.
പറയുന്നത് ഇപ്പോൾ തൃപ്പൂണിത്തറ ഉൾപ്പെടെയുള്ള 10 മണ്ഡലങ്ങളിൽ ഡീൽ നടന്നു എന്നാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത്. ഈ തൃപ്പൂണിത്തറയായാലും അതുപോലെ തന്നെ കോന്നി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 25,000 മുതൽ 30,000 വോട്ട് കിട്ടി. ആ മണ്ഡലങ്ങൾ എന്തുകൊണ്ട് 2020 കൊടുത്തു? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് 2020 സീറ്റ് കൊടുത്തത് BJP ആണ്. BJPക്കകത്ത് BJP സഖ്യത്തിലുണ്ടായിട്ടുള്ള NDA സഖ്യത്തിലുണ്ടായിട്ടുള്ള സീറ്റ് ധാരണയുടെ ഭാഗമായി സീറ്റുകൾ വിഭജിച്ചു കൊടുത്തു. ആ സീറ്റ് BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനാണ് എന്ന് കോൺഗ്രസ് വാദിച്ചാൽ നമുക്ക് പ്രാദേശികമായി നമുക്കറിയാലോ, നമ്മുടെ നാട്ടിൽ CPM സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് CPM സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനാണ്, അല്ലെങ്കിൽ മറ്റ് നേരെ തിരിച്ചാണെങ്കിൽ BJP വിജയിപ്പിക്കാൻ മറ്റ് സ്ഥലങ്ങളിൽ ഡീലാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാലോ, പ്രാദേശിക തലത്തിൽ നമ്മളോട് അല്ലെങ്കിൽ ഏതെങ്കിലും ആരോടെങ്കിലും നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യണം എന്ന് ഏതെങ്കിലും ഒരു CPM നേതാവിനോടോ CPM അണികളോടോ പറഞ്ഞാൽ അത് നടക്കുമോ? ഒരിക്കലും പ്രായോഗികമല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അത്തരം വോട്ട് മറിക്കലൊന്നും ഒട്ടും പ്രായോഗികമല്ല. അതിനിടയിലാണ് ഈ ഒരു വിഷയം ചർച്ചയാക്കി കൊണ്ടുവരുന്നത്. ഇത് എത്രത്തോളം ദുഷിച്ച രാഷ്ട്രീയമാണ്? കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എത്രത്തോളം ദുഷിച്ച രാഷ്ട്രീയമാണ്? ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണോ ഇത്? ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണോ ഇത്? ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ച ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് മേൽക്കൈ ഉണ്ടായി. ആ മേൽക്കൈ എവിടെ നിന്നാണ് ഉണ്ടായത്? ആ മേൽക്കൈ എന്ന് പറയുന്നത് കേരളത്തിൽ 10 വർഷമായി ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ആൻറ്റി ഇൻകംബൻസി ഉണ്ടെങ്കിൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗുണമായി എന്ന് UDF വിലയിരുത്തിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതിലാണല്ലോ മേൽക്കൈ കിട്ടിയത്. അപ്പോൾ അത് ഗുണമായി അത് പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോയി കേരളത്തിൽ ഒരു രാഷ്ട്രീയ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് പകരം കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പത്രിക നൽകൽ ആരംഭിച്ച ആദ്യ ദിവസം കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഡീൽ ആരോപണം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? പാലക്കാട്ടാണല്ലോ ഡീൽ ആരോപണം ഉന്നയിച്ചത്. എന്തുകൊണ്ടാണ് കോൺഗ്രസിന് പാലക്കാട് ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് കെ മുരളീധരനെ കൊണ്ടുപോയി പാലക്കാട്ട് മത്സരിപ്പിക്കാത്തത് കോൺഗ്രസ്? എന്തുകൊണ്ടാണ് രമേശ് പിഷാരടിയെ കൊണ്ടുവന്ന് പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയത്? രമേശ് പിഷാരടി കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശക്തനായ സ്ഥാനാർത്ഥിയാണോ? ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ 40,000-ത്തിലധികം വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ പാലക്കാട്ട് പിടിച്ചിട്ടുള്ളത്, അല്ലേ? ശോഭാ സുരേന്ദ്രൻ BJPയുടെ ശക്തിയായ സ്ഥാനാർത്ഥിയാണ്. എന്തുകൊണ്ടാണ് BJPയുടെ ശക്തിയായ സ്ഥാനാർത്ഥിയെ നേരിടാൻ പാലക്കാട്ട് ഒരു കോൺഗ്രസിൻ്റെ ശക്തനായ സ്ഥാനാർത്ഥി വരാതിരുന്നത്? എന്തുകൊണ്ടാണ് നിയമമണ്ഡലത്തിലാണല്ലോ കഴിഞ്ഞ തവണ കെ മുരളീധരൻ മത്സരിച്ചത്? എന്തുകൊണ്ടാണ് നിയമമണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അസംബ്ലിയിൽ വിജയിച്ചു നിൽക്കുകയാണ്? കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നേമത്ത് BJPക്ക് ലീഡുണ്ട്. എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ പരാജയപ്പെടുത്താൻ നേമത്ത് ശക്തനായ ഒരു പോരാളിയെ കോൺഗ്രസ് രംഗത്തിറക്കാതിരുന്നത്? ശബരിനാഥൻ മോശമാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ കെ മുരളീധരനെ പോലെ അല്ലെങ്കിൽ ആ നിരയിൽ നിൽക്കുന്ന ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേമത്ത് ഇറക്കാതിരുന്നത്? അപ്പം ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വരാം. കോൺഗ്രസ് 10 ആരോപണങ്ങൾ അങ്ങോട്ട് ഉന്നയിക്കുമ്പോൾ ഒരു 20 ആരോപണങ്ങൾ തിരിച്ചും കോൺഗ്രസ് നേരിടേണ്ടി വരും ഈ വിഷയത്തിൽ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊന്നും ആവരുത്. പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങൾ തന്നെയാണ്. ഈ സംസ്ഥാനത്ത് കൃത്യമായി വികസനം നടക്കുന്നുണ്ടോ? ഈ സംസ്ഥാനത്ത് വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടോ? ഇപ്പോൾ ഈ പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുണ്ടാകുന്ന പ്രതിസന്ധികൾ ഒട്ടനവധിയാണ്. ഇവിടെ പാചകവാതക സിലിണ്ടർ ലഭിക്കാത്തതുകൊണ്ട് ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്ന സാഹചര്യമുണ്ട്. ജനങ്ങളുടെ അടിസ്ഥാന ജീവിത സാഹചര്യങ്ങളിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നതിന് പകരം പച്ച വർഗീയതയാണ് BJP കാട്ടുന്നത്. അതിന് സമാനമായ രാഷ്ട്രീയമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് കേരളത്തിന് ഒട്ടും ഗുണം ചെയ്യുന്ന ഒരു രാഷ്ട്രീയമല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത് ഒരു കാരണവശാലും കേരളത്തെ പോലൊരു ഇത്രയും പുരോഗമനപരമായി ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇതുപോലെ ഒരു രാഷ്ട്രീയ സമീപനം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉയർത്തുന്നത് ഒരിക്കലും ഗുണം ചെയ്യില്ല. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. ഇപ്പോൾ മൂന്നാമത് വിവാദമായി നിൽക്കുന്നത് സുധാകരനുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞൊരു പരാമർശമാണ്. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു മാറ്റം എന്ന് പറയുന്നത് അത് ചെറ്റത്തരമായി പോയി എന്ന് പറഞ്ഞു എന്നുള്ളൊരു പരാമർശം. ഏതായാലും അങ്ങനെ ഒരു പരാമർശം മുഖ്യമന്ത്രി നടത്താൻ പാടില്ലായിരുന്നു എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാകണം. ഈ തെരഞ്ഞെടുപ്പ് ശക്തമായ രാഷ്ട്രീയ പോരാട്ടമാകണം. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ വർഗീയതയും അതുപോലെ തന്നെ വിദ്വേഷവും വലിച്ചു കൊണ്ടുവന്ന് കേരളത്തിലെ ജനങ്ങളെ ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങളായി വേർതിരിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ വെട്ടിമുറിക്കാനുള്ള നീക്കം ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല.
ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ കഴിഞ്ഞ 10-12 വർഷമായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതേ രാഷ്ട്രീയം BJP യുടെ ശക്തമായി ഉന്നയിക്കാൻ ശ്രമിക്കുന്നു, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അതിൻ്റെ വാല് പിടിച്ച് അതിന് സമാനമായ രാഷ്ട്രീയം ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി കോൺഗ്രസും നടത്തുന്നതും ഉപയോഗിക്കുന്നതും ഒട്ടും കേരളത്തിന് ഗുണം ചെയ്യില്ല. Meet the editors.